ഹായ്, വെൽക്കം ടു കുക്കു കൃഷ്ണപങ്കജം ഓർഗാനിക് കുലായമു. ഇപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല, സോപ്പാണ്. ഈ സോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈയാണിത്. ലൈ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്ത് സോപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഷ് വാഷ്, പാത്രം കഴുകുന്ന സോപ്പാണ് ഉണ്ടാക്കുന്നത്. നല്ല ചൂടിന്. അപ്പം നമ്മളിതിൽ ഈ ഒരു അളവിന് കാസ്റ്റിക് സോഡ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ചേർക്കണം. തൊടുമ്പോഴേക്ക് തന്നെ പൊള്ളി കേട്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണേ. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഏത് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഡിസൾഡ് വാട്ടറാണ്, DM വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. വെള്ളം കൂടിപ്പോയി. ഓക്കെ, ഇതിനി നമ്മൾ ഒന്ന് ഇളക്കി വിടണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇളക്കി വിടണം. അപ്പോൾ കയ്യിൽ ഗ്ലൗസ്, മുഖത്തൊരു മാസ്ക് ഒക്കെ ഇടുന്നത് നല്ലതാണ്. ഓക്കെ, കണ്ടോ ആവി വരണത് കണ്ടോ? ഇതൊന്ന് കൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ? ഇനി ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓയിൽ മിക്സ് ചെയ്യണം. ഈ 2 ഓയിലും നമ്മളിതിന് മിക്സ് ചെയ്യണം. പ്ലസ് ഇതാണ് സോപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് നൺ അതർ ദാൻ, ഇതൊന്നുമല്ല, ഇത് ചാമ്പലാണ്, ചാരം. അപ്പോൾ മുൻകാലത്തൊന്നല്ല, ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് സോപ്പ് തീർന്നെന്ന് പറഞ്ഞാൽ പുറത്ത് അടുപ്പുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് വന്ന് നമ്മൾ ചാരം ഇട്ടിട്ട് പാത്രം തേക്കാറുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചവും തിളക്കവും ഒന്നും വേറെ ഏതിനും ഇന്നേ വരെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ചാമ്പലാണ്. അപ്പോൾ ചാരം കൊണ്ട് ഉണ്ടാക്കുന്ന സോപ്പാണിത്. ഇത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താ പറയുക, വേപ്പല. ഇത് വന്നിട്ട് നമുക്ക് കയ്യിന് കുറച്ചൊന്ന് മോയ്സ്ചറൈസായിട്ട്, കയ്യിൽ എന്താ പറയുക, കേട് പറ്റാതെ നോക്കും. വേപ്പിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് ഈ ഒരു പൊടിയും കൂടെ നമ്മൾ അതിനകത്ത് ഇടും. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിന് നമുക്ക് ഇനി വേണമെങ്കിൽ തുളസി ഇടാം. നമുക്ക് വന്നിട്ട് എന്തൊക്കെ ആയുർവേദ ഇലകളുണ്ടോ അതൊക്കെ നമുക്കിതിൽ ഇടാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ പാത്രം ക്ലീൻ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഈ 2 എണ്ണത്തിലും ഉണ്ട്. ലെമൺ ഇടാം, ലെമൺ പീൽ പൗഡർ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. നമുക്ക് എന്ത് വേണമെങ്കിലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് നമ്മുടെ ക്ലീനിങ് പ്രോസസ്സിനായിട്ട് നമ്മൾ നാച്ചുറൽ. അപ്പോൾ നമ്മുടെ സോപ്പിനുള്ള ലൈൻ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് ഓയിൽ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഫിൽട്ടർ ചെയ്യണം. ഇത് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം നമ്മളിത് കുറച്ച് നേരം ഈ കാസ്റ്റിക് സോഡ വന്നിട്ട് തണുപ്പിക്കാൻ വേണ്ടി നോർമൽ ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെക്കുമ്പോൾ പൊടിയൊക്കെ വരും. അപ്പോൾ നമ്മളിത് ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. നമുക്കിനി ഇതിൻ്റെ ഓയിലാണ് ഇതാക്കേണ്ടത്. ആക്ച്വലി എനിക്ക് ഈ ഓയിലും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വീഡിയോ നമ്മൾ ഏത് പാത്രത്തിൽ എടുക്കണോ കാസ്റ്റിക് സോഡ, അതേ പാത്രത്തിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ്.
നമ്മളിതിൽ ഓയിൽസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിനി ഇത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ എന്താ പറയുക, നമ്മുടെ ദോശമാവോ ഇഡ്ഡലി മാവോ ആ ഒരു ലിക്വിഡ് ആ ഒരു പദത്തിലേക്ക് അത് വരണം, ആ ബാറ്റർ ഉണ്ടാവണം. അതുവരെ നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇതാണ് ബാറ്റർ. ഇതിപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ഇത് സ്റ്റിർ ചെയ്യണം, നന്നായിട്ട് ഇങ്ങനെ നിർത്താതെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എന്താ പറയുക, ചാമ്പലാണേ. അപ്പോൾ ഇതിൽ ഞാനൊരു ഇതിൽ അര കപ്പുണ്ട്. ഇതിൻ്റെ പകുതിയെ ഞാൻ ഇടണുള്ളൂ കേട്ടോ. കാരണം നമുക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ഇടാനുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി ഇടുന്നുള്ളൂ. ഓക്കെ, ചാരമാണ്. ഇതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ അടുപ്പിൽ നമ്മൾ പുറത്ത് വിറക് ഇപ്പോൾ ഇതിപ്പോൾ അടുത്തല്ല, ഇത് നമ്മൾ വിറകുണ്ടാക്കിയിട്ട് കത്തിച്ച് കുട്ടിയായിട്ട് പൊട്ടിച്ചിട്ട് കത്തിച്ചതാണ്. ഇതൊന്ന് വേപ്പിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മൾ മുഴുവൻ ഇടുന്നുണ്ട്. വേപ്പിൻ്റെ പൊടി ഇടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃമിനാശിനിയാണ് വേപ്പ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, കുറച്ച് കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്കിതിൽ കളർ കാണാൻ പറ്റും. അടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് വേറൊന്നുമല്ല, കോപ്പർ ലീഫാണ്. കോപ്പർ ലീഫിൻ്റെ പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിപ്പോൾ കോപ്പർ ലീഫ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ചിട്ടാൽ മതി. കാരണം വെയിലായതുകൊണ്ട് മഴയൊക്കെ ആകുമ്പോഴേ നല്ല പോലെ കിട്ടുള്ളൂ അത്. അപ്പോൾ ഇത് പൊടിച്ച സാധനമാണ്, നമുക്ക് പച്ചമരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. എത്രയും മതി. ഇനി ഇതിൽ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താ പറയുക, നാരങ്ങയുടെ തൊലി, ലെമൺ പീൽ പൗഡർ ഇടാം. അതേപോലെ നാരങ്ങ നല്ലപോലെ മൊത്തത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഉണക്കാൻ വെച്ച് പൊടിച്ചിട്ട് അതിടാം. അതുപോലെ നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം. ഇതിൻ്റെ ഒരു അളവുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ക്ലീനിങ് പർപ്പസിന് നമ്മുടെ നാച്ചുറലായിട്ട് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഇത് നല്ല പാത്രം അതിന് കൃമികൾ വേർബ്സൊക്കെ ഇല്ലാതെ ക്ലീനിങ് ആവുമോ, അതെല്ലാം നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് അളവ് നോക്കി ആഡ് ചെയ്യണം. അളവ് തെറ്റിപ്പോയാൽ നമുക്ക് ഒന്നും ശരിയാവില്ല കേട്ടോ. അപ്പോൾ അളവിനനുസരിച്ച് നമ്മൾ എല്ലാം കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ബാറ്റർ ഇത്തിരി ഉള്ളൂ, ഇൻഗ്രീഡിയൻസ് ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് ഇളക്കണം. തൽക്കാലത്തേക്ക് വീഡിയോ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഞാൻ ഫ്രാഗ്രൻസ് ഓയിലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് വാട്ടർമെലൺ ഓയിലാണ്. നമ്മുടെ സോപ്പിലൊന്നും ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ സോപ്പെല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഏത് ഫ്രൂട്ടിൻ്റെ ആണോ ഏത് നട്ട്സിൻ്റെ ആ ഒരു സ്മെൽ മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഈവൻ ഫോർ ബോഡി മസാജ് ഓയിലാണെങ്കിലും ശരി, കൊക്കോൻ്റെ പ്രോഡക്റ്റ്സിലെല്ലാം അതത് നാച്ചുറലായിട്ടുള്ള സ്മെൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പാത്രം തേക്കുന്നതിലും അലക്ക് സോപ്പിലും മാത്രമേ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാറുള്ളൂ. ഇത് വാട്ടർമെലൺ ഫ്രാഗ്രൻസ് ഓയിലാണ്. വണ്ടർഫുൾ സ്മെല്ലാണ് ഇതിന്, വളരെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ മോൾഡിൽ ഒഴിക്കാം. ഞാൻ മോൾഡ് സാനിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാനിറ്റൈസ് ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇതിൽ എന്താ പറയുക, റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യുമല്ലോ, അത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ എടുത്ത് വെച്ചു എന്ന് മാത്രമേ, 2 ട്രേയുടെ ആവശ്യം വരില്ല, എങ്കിലും നമുക്ക് വരികയാണെങ്കിൽ പിന്നെ ആ സമയത്ത് ഞാൻ ഓടേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ചുകൂടെ അടുത്ത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2 ട്രേ എടുത്തത്. പക്ഷെ ഇത് 2 ട്രേക്കുള്ളതില്ല, ഒരെണ്ണത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. എങ്ങനെ വന്നിരിക്കണമെന്ന് നോക്കൂ. ഇതിൻ്റെ കളർ ഒരു ഗ്രീനിഷ് കളറാണ്.
എന്തായാലും നമുക്കൊരു കുഞ്ഞി സോപ്പ് ഇതിലേക്ക് ഇതിലേക്ക് തന്നെ ബാക്കി ഒഴിക്കാം. ഇതിനായിട്ടൊരു ട്രേ വെറുതെ വേസ്റ്റ്. ഇതെല്ലാം ബാറ്റർ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചുണ്ട്. ഇതിനെന്താ ചെയ്യാം? ഇത് നമുക്ക് ട്രൈ ചെയ്യാം, ഒഴിക്കാൻ ട്രൈ ചെയ്യാം ഞാൻ കേട്ടോ. ഇത് ഓൾറെഡി ഇത് കട്ടിയായിപ്പോയി. അയ്യോ അറിയില്ല. നോക്കി നോക്കാം, ഞാനത് കൈ ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞത് കൂടെ കിട്ടും കേട്ടോ. ഇതിലൊരു ചെറിയൊരു കാര്യം. അപ്പോൾ ഇനി എന്തായാലും ഇത് റെഡി ആവട്ടെ. ഇത് സെറ്റാവണം. ഏകദേശം കുറച്ച് നേരം ആവും, എപ്പോഴാണെന്നൊന്നും അറിയില്ല. സെറ്റാവട്ടെ. സെറ്റായിട്ട് ഞാൻ അൺമോൾഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഭംഗിയുള്ള ചാരം പാത്രം തേക്കുന്ന സോപ്പ് ട്രഡീഷണൽ വേ റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമുക്കൊന്ന് ക്യൂറിങ് പ്രോസസ്സ് ആവണം. അതേപോലെ തന്നെ ഇതാദ്യം ഒന്ന് സെറ്റാവണം, എന്നിട്ട് ക്യൂറിങ് പ്രോസസ്സാണ്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്ത് വീഡിയോ എടുത്തത്. സോ ഇറ്റ്സ് റെഡി ഇൻ സ്റ്റോക്ക്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇതിൽ സ്ക്രോൾ ചെയ്ത് വരുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഇതിൻ്റെ വാട്സപ്പ് നമ്പർ, ഓർഡർ ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ പുതിയൊരു ചാനലാണ്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ആൻഡ് താങ്ക് യു സോ മച്ച്. ടാറ്റാ. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ചാമ്പൽ അഥവാ ചാരത്തിലുണ്ടാക്കിയിട്ടുള്ള പാത്രം തേക്കുന്ന സോപ്പ് റെഡിയായി കഴിഞ്ഞു. ഇത് ആക്ച്വലി രാവിലെ തന്നെ ഇത് ഡ്രൈ ആയി, പക്ഷെ എനിക്ക് നേരം കിട്ടിയില്ല എടുക്കാനായിട്ട്. ഇപ്പോഴാണ് അൺമോൾഡ് ചെയ്യണത് കേട്ടോ. നോക്കാം. ഇതിൻ്റെ കളറ് എന്താ പറയുക, കണ്ടോ? നമ്മളിട്ടത് ചാരം ഇട്ടു, അതേപോലെ കോപ്പർ ലീഫിൻ്റെ ഇതിട്ടു, വേപ്പിൻ്റെ ഇലയുടെ പൊടി ഇട്ടു. കളറ് കണ്ടോ? പക്ഷെ കളറ് ഇതിന് ഏതും ബന്ധമില്ലാത്തൊരു കളറാണ് വന്നിരിക്കുന്നത്. സോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എത്രയുണ്ട്? ഇനിയിപ്പോൾ 2 എണ്ണം കൂടെ ഉണ്ട്. എന്ത് നല്ല ഭംഗിയാണ് നോക്കൂ. ഇതിൻ്റെ ഈ മോൾഡിലെ ഡിസൈനാണ്. കാണാനും നല്ല രസമുണ്ട്. ഇതൊരു വൈറ്റ്, അടിഭാഗം വൈറ്റ് ആണെങ്കിൽ, ഒരു ഓഫ് വൈറ്റ് ആണെങ്കിലും ഇതിന് അടിഭാഗത്ത് നല്ലൊരു വൈറ്റ് കളറാണ് കേട്ടോ. പക്ഷെ മേൽഭാഗം നമുക്കൊരു ക്രീമിൻ്റെ ഡാർക്ക് ഒരു ബ്രൗണും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഞാൻ ഡെമോ കാണിക്കാം. ഇത് വെച്ച് പാത്രം തേച്ചിട്ട് എങ്ങനെ എത്രത്തോളം ഇതുണ്ടെന്നുള്ളതിൻ്റെ ഡെമോ വീഡിയോ എടുത്ത് ഞാൻ ഇടാം. ഓക്കെ, താങ്ക് യു. ടാറ്റാ.